എന്താണ്ടി ആരും നമ്മുടെ അടുക്കൽ മാത്രം വഴക്കുണ്ടാക്കാൻ വരാത്തെ? ഏ എന്താ വരാത്തെ? പേടിയായിരിക്കും അല്ലയോ? നമ്മുടെ അടുക്ക വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല താങ്ങ് നമ്മൾ കൊടുക്കത്തില്ലേ? അത് പേടിച്ചിട്ടായിരിക്കും ആരും നമ്മുടെ അടുക്ക വരാത്തത്. നമ്മുടെ ആദില നൂറ ഇവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ആണിത്. അതായത് ആരും എന്താണ് തങ്ങളുടെ അടുക്കൽ വഴക്കുണ്ടാക്കാൻ വരാത്തത്, വഴക്കില്ലാത്തതുകൊണ്ട് ഒരു രസമില്ല പിള്ളേർക്ക് രണ്ടുപേർക്കും. അപ്പൊ അതിനെപ്പറ്റി ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് കുഞ്ഞുങ്ങൾ രണ്ടുപേരും. അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക്, ഒരു ചെറിയ കുഞ്ഞ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ്. അപ്പോൾ ആദിലയും നൂറയും അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതിനകത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു സംശയം അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു സംശയമാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ എന്താ, അപ്പാനിയാണെങ്കിലും അക്ബർ ആണെങ്കിലും ജിസയിലാണെങ്കിലും റണ ഫാത്തിമയാണെങ്കിലും ഒക്കെ വഴക്കുണ്ടാക്കാൻ ചെല്ലുന്നത് അനിമോളുടെ അടുക്കല. എന്തെങ്കിലുമൊക്കെ അപ്പാനിയൊക്കെ അപ്പാനി വിട് പോട്ടെ, അക്ബർ 2 കിലോമീറ്റർ അപ്പുറം ഇരിക്കുമായിരിക്കും അനിമോൾ, എന്നാലും ഇവിടുന്നേ തുടങ്ങും ചൊറിയാനായിട്ട്. ആ ഒരു മോഡ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പം നമ്മുടെ നൂറയ്ക്കും അതിലേക്കും വന്ന സംശയം അത് വളരെ ന്യായമുള്ള ഒരു സംശയം തന്നെയാണ്. എന്താണ് വരാത്തത്, ഞങ്ങളുടെ അടുക്കലോട്ട് എന്താണ് വരാത്തത്, വാ എന്നാലും ഒരു രസമുള്ളൂ എന്നൊക്കെയാണ് അവരിരുന്ന് സംസാരിക്കുന്നത്. അവരെന്നിട്ട് രനയെ പറ്റി ഇരുന്ന് കുറച്ച് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പാനി ചേട്ടനെ പറ്റി ചുമന്ന ഷർട്ട് ഇട്ടാ പോകുന്നവരെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അപ്പാനി കിട്ട് നല്ല താങ്ങുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള ഒരു കോൺവെർസേഷൻ ആട്ടോ. അതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ ശൈത്യ വന്ന് കയറുന്നുണ്ട്. ശൈത്യ എടുക്കുക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ രേണു ചേച്ചി വരുന്നുണ്ട്. രേണു ചേച്ചി വരുമ്പോഴത്തേക്ക് പിന്നെ ഗാനമേളയാ, പാട്ടിലോട്ടൊക്കെ അങ്ങോട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികൾ ഇപ്പം നടക്കുന്നുണ്ട്. നമ്മുടെ അക്ബറിക്കാക്കായും പിന്നെ അപ്പാനിമാമൻ എന്നല്ലേ, ഞാൻ ഇടയ്ക്ക് അപ്പാനിക്ക് അനീഷ് എന്ന് പറയും കേട്ടോ, നിങ്ങളൊന്ന് ക്ഷമിക്കണം. അക്ബറിന്റെ പേര് എവിടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഓർത്തോ കൂട്ടത്തി അപ്പാനി ആയിരിക്കും, അല്ലാതെ അനീഷ് ആവാൻ സാധ്യത കുറവാണ്. അപ്പം മാമന്മാർ രണ്ടുപേരും കൂടെ മറ്റേ ബെഡ്റൂമിൽ കിടപ്പുണ്ട്. കിടന്നിട്ട് വലിയ വലിയ ചർച്ചകളാണ്. ആര് പോകും ഈ ആഴ്ച, ആരുടെ കളിയാണ് കൊള്ളാത്തത്, വലിയ വലിയ ചർച്ചയാണ്. എന്നാൽ ഈ മണ്ടന്മാർക്ക് അവന്മാരുടെ കളിയെ പറ്റി യാതൊരു ധാരണയില്ല. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ അക്ബർ റൂട്ടൻ എന്തായാലും പോകും. 2 പേരും കൂടെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവന്മാരുടെ കളി വിഡിതരായി പോകും. ആരെങ്കിലും ഒരാൾ മാത്രമാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആവും കളി. ഇത് ഇവന്മാർ 2 പേരും മറ്റേ ഒന്നിച്ചൊന്നിച്ച് ഒരുത്തനെ പറഞ്ഞാൽ മറ്റവൻ വരും, മറ്റവനെ പറഞ്ഞാൽ മറ്റവൻ വരും. എന്നിട്ട് ചുമ്മാ എന്തിനാണെന്ന് പോലും അവന്മാർക്ക് അറിയാൻ പാടില്ല. ചുമ്മാ കയറി ആളുടെങ്കിലും നെഞ്ചത്ത് കയറും. പ്രത്യേകിച്ച് അനുമോളുടെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷെ അതൊക്കെ വിട്ടിട്ട് ഇവന്മാർ പരസ്പരം ഒരു ഗെയിം ഒക്കെ വരികയാണ്, ഇല്ലെങ്കിൽ ഇവന്മാർ ആര്യനോടൊരു ഗെയിം വരികയാണ്. ആര്യന്റെ കേസ് പറഞ്ഞപ്പോഴാണ് അത് പറയാനുണ്ട്. ഞാനത് വിട്ടുപോയതാണ്. ഞാൻ ലൈവിലോ എപ്പിസോഡിലോ ശ്രദ്ധിക്കാത്ത എപ്പിസോഡിൽ എനിക്ക് തോന്നുന്ന ആ പോർഷൻ വന്നോ എനിക്കറിയത്തില്ല. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പറയുക താഴെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. അതായത് അക്ബറിന്റെ ഉമ്മാനെ കളിയാക്കുന്ന ആര്യൻ, നിങ്ങൾ ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നൊരു റീല് കണ്ടപ്പോഴാണ് ഈ ഒരു കാര്യം ഞാൻ ഞെട്ടിപ്പോയി. ഇവൻ ഇങ്ങനെയൊക്കെയാണ്, ഇത്രയും വൃത്തികെട്ടവനാണോ ഇവനെന്നൊരു നിമിഷം ഞാൻ ആലോചിച്ചു പോയി. കാരണം ഒരു ഉമ്മ, അക്ബറിന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഈ ലാസ്റ്റ് വീക്കെൻഡ് അല്ല, അതിന് മുമ്പത്തെ വീക്കെൻഡിലാന്ന് തോന്നുന്നു. അക്ബറിന്റെ ഉമ്മ വിളിച്ചിട്ട് മോനെ നീ നല്ല രീതിയിൽ ഇരിക്കണേടാ, അതിന്റെ വായടച്ച് വെക്കണമെന്നൊക്കെ പറഞ്ഞ് ആ ഉമ്മ കുറച്ച് കരയുകയൊക്കെ ചെയ്തു. അക്ബറും കരഞ്ഞു. അപ്പം ആ ഒരു സംഗതിയെ നല്ല വൃത്തിക്കിരുന്ന് കളിയാക്കുന്നു നമ്മുടെ ആര്യൻ. അതും ജിസൈലിന്റെ അടുക്കലാണ്. ജിസൈലിന് തന്നെ അത് കേട്ടിട്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. ജിസൈൽ പറയുന്നുണ്ട് ഇങ്ങനെ പറയരുത് എന്നൊക്കെ ജിസൈൽ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അത് അവൻ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ലൈക്ക് ഇവൻ ആക്ട് ചെയ്ത് കാണിക്കുകയാണ്. അക്ബറിന്റെ ഉമ്മ വിളിച്ചിട്ട് എന്റെ മോനെ നീ ഇങ്ങനെ ചെയ്യല്ലേടാ, ഉടനെ അക്ബർ ഇല്ല ഉമ്മ സോറി ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കുന്നത് കണ്ടു. സത്യം പറഞ്ഞാൽ ഇവൻ മണ്ടനാണ്. ഇതൊക്കെ ഒരു അക്ബറിനെ കളിയാക്കുന്നത് ഓക്കെ, കൂടെ നിൽക്കുന്നതാണ് അക്ബർ എന്ന് ആലോചിച്ചോണം. മറ്റേ മാമനും മച്ചാനുമാണ്. പക്ഷെ പോട്ടെ, അവനിട്ടുള്ള ഗെയിം ആണെന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്ക് അങ്ങനെ തന്നെ കരുതാം ആര്യന്റെ ഗെയിം. പക്ഷേ അതിലേക്ക് അവന്റെ ഉമ്മയെ വലിച്ചഴച്ച് ആ ഒരു സാധനം, അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറെ പേര് പറയുക ഉമ്മയെ കളിയാക്കിയിട്ടില്ല. അന്ന് നിങ്ങൾ പോയി ആ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഉമ്മ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. എന്തിനാ ഉമ്മയെ അതിനകത്തോട്ട് വലിച്ചഴച്ചു? ഉമ്മ വിളിക്കുന്ന കാര്യമൊക്കെ അത് കഴിഞ്ഞു പോയി. പിന്നെ അത് പറയേണ്ട കേസ് ഇല്ല ഇവിടെ. ഇതിപ്പോ അനിമോള് ചെയ്തായിരുന്നെങ്കിൽ കുറെ പേര് പൊക്കിയെടുത്തോണ്ട് വന്നേനെ. അനിമോളും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാന്ന് ഞാൻ പറയും കേട്ടോ. കാരണം ആ ഉമ്മയുടെ ഒന്നും കേസ് ഇവിടെ പൊക്കിയെടുത്തോണ്ട് വരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനിമോളുടെ കാര്യം വരുമ്പോഴത്തേക്ക് അനിമോളുടെ ഈ ശാപവാക്കുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണിത്. ആര്യൻ ഭയങ്കര മറ്റേ ലോ ലെവലിൽ ഇറങ്ങി ചെന്നാണ് വൃത്തികേട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ആര്യൻ ഈ ചെയ്യുന്ന പരിപാടികളോടൊന്നും. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഇവന്റെ ഈ കാട്ടായ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പാനി അക്ബർ അവർ രണ്ടുപേരും വേറൊരു സൈഡ് പിടിച്ച് മറ്റേ അനിമോളിനെ ചൊറിച്ചിൽ ആ ഒരു മോഡിൽ പോകാന്ന് വിചാരിക്കാം. പക്ഷെ വൃത്തികേട് അക്ബറും പറയുന്നുണ്ട്, വൃത്തികേടുകളൊന്നും മോശമൊന്നും അല്ല അക്ബറും പറയുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് പേഴ്സണലി
എനിക്കത് പേഴ്സണലി ഹിറ്റ് ചെയ്തു. അതുകൊണ്ടാണ്. കാരണം അക്ബറിന്റെ ഉമ്മ, ഞാനും അക്ബറിനെ നല്ല രീതിയിൽ വിമർശിക്കുന്ന ഒരാളാണ്. പല പരിപാടികളും അക്ബറിനെ നമുക്ക് കാണുമ്പോൾ ദേഷ്യം വരും. പ്രത്യേകിച്ച് ഈ അവിടെ ഇരിക്കുന്ന ഒരാളെ ഇവിടുന്നേ മറ്റേ പാട്ട് തന്നെ ഇപ്പൊ കേൾക്കാൻ തോന്നുന്നില്ല. അക്ബറിന്റെ പാട്ട് കേട്ട് വെറുപ്പായി തുടങ്ങി. ആ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ട് പോലും അക്ബറിനോട് പോലും തോന്നാത്തൊരു അയ്യേ ഇവനെന്താ ഇങ്ങനെ, ആ ഒരു സാധനമാണ് ഇപ്പൊ ആര്യനോട് തോന്നുന്നത്. ഇവന്റെ പല പരിപാടികൾ നമ്മൾ കാണുമ്പോൾ ലൈവിലൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ മിസ്സായി പോകുന്നുണ്ട്. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കുറെ കാര്യങ്ങൾ മിസ്സാക്കുന്നുണ്ട്. എപ്പിസോഡിലാണെങ്കിലും ചിലപ്പോൾ എല്ലാം ഒന്നും കാണിക്കത്തില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ റീല് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ ഉമ്മേനെ കരഞ്ഞ് കാണിക്കുക, എന്നിട്ട് പറയുന്നുണ്ട് അവന്റെ ഉമ്മ മറ്റെന്താണ് ഇനി ഞാൻ ഗ്രൂപ്പ് കളിക്കില്ല ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഇവൻ കരയുന്നതിനെയൊക്കെ വളരെ അതാ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു എന്തിന് ഇവനത് കൊണ്ടിരുന്നു, എനിക്കെന്തോ അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അതും കൂടെ ഈ ഒരു ചെറിയ ലൈവ് അപ്ഡേറ്റിൽ ഒന്ന് പറയണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. കൂടാതെ അടുത്ത വീഡിയോയ്ക്ക് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.